ഹായ് ഗായ്സ്, അഖിലപുരം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 12 നോമിനേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും ഓരോ അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് പുറത്തു പോകുക എന്ന്. ഏതായാലും ഇത്തവണ ഒന്നോ രണ്ടോ മത്സരാർത്ഥികൾ എന്തായാലും പുറത്തു പോകും. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും കൂടെ ഈ വീഡിയോ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാത്രി 11 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് വീണ്ടും സിബിൻ തന്നെയാണ് കയറിയിരിക്കുന്നത്. സിബിൻ പിന്നിലേക്ക് വെച്ചിട്ടില്ല, കാലെടുത്ത് വെച്ചിട്ടില്ല, മുന്നിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 90,235 വോട്ട് നേടി ജിൻഡോയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഒന്നാം പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജിൻഡോയുമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ തൊട്ട് പിന്നാലെ ജിൻഡോ ഉണ്ട്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജിൻഡോ പുറകിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഏതായാലും രണ്ടാം പൊസിഷനിലാണ് ജിൻഡോ നിലനിൽക്കുന്നത്. മൂന്നാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേക് വീണ്ടും വമ്പിച്ച മുന്നേറ്റം നടത്തി മൂന്നാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഒരിടയ്ക്ക് പതിഞ്ഞ താളത്തിലായി പോയെങ്കിലും ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് 73,245 വോട്ട് നേടി മൂന്നാം പൊസിഷനിലേക്ക് തിരിച്ചു കയറി വരുന്നുണ്ട്. നാലാം പൊസിഷനിലേക്ക് ജാസ്മിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിൽ വോട്ടിംഗ് കുറഞ്ഞു വരികയാണ് ജാസ്മിന്. നേരത്തെ കണ്ട ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 73,100 വോട്ട് നേടി ജാസ്മിൻ നാലാം പൊസിഷനിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായി സായി കയറി വന്നിരിക്കുന്നുണ്ട്. സായിയുടെ ഫോളോവേഴ്സിൻ്റെ വോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ 69,570 വോട്ടാണ് സായി ഇപ്പം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയെങ്കിൽ ഇപ്പോൾ വീണ്ടും അട്ടിമറി മുന്നേറ്റം നടത്തി അർജുനെ അട്ടിമറിച്ചുകൊണ്ട് അഞ്ചാം പൊസിഷനിലേക്ക് സായി കയറി വന്നിരിക്കുകയാണ്. ആറാം പൊസിഷനിൽ അർജുനാണ് ഉള്ളത്. അർജുൻ ഒരു ഘട്ടത്തിൽ അഞ്ചാം പൊസിഷനിലായിരുന്നു. ഇപ്പോൾ ആറാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 69,250 വോട്ട് നേടിയാണ് അർജുൻ ആറാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ ഇപ്പോഴും അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സര ഒരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. 57,800 വോട്ട് നേടി ഏഴാം പൊസിഷനിൽ അപ്സര സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. എട്ടാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി നോറ കയറി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വളരെ പിന്നിലേക്ക് പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. 48,009 വോട്ട് നേടിയാണ് എട്ടാം പൊസിഷനിലേക്ക് നോറ കയറി വന്നിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനിലേക്ക് അഭിഷേക് ജയദേവ് കയറി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഡേഞ്ചർ സോണിലും പുറത്തേക്ക് പോകാൻ തന്നെ ചാൻസ് കൽപ്പിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ജയദേവ്. പക്ഷേ ഇപ്പോൾ 47,899 വോട്ട് നേടി ഒമ്പതാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നതാണ് മറ്റൊരു അട്ടിമറി. പത്താം പൊസിഷനിൽ അൻസിബ തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ അൻസിബയ്ക്ക് വോട്ട് തീരെ കുറഞ്ഞു വരികയാണ്. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും പത്താം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. 47,001 വോട്ട് നേടിയാണ് പത്താം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. 11ാം പൊസിഷനിലേക്ക് നന്ദന കയറിയിട്ടുണ്ട്. നന്ദനയ്ക്ക് ഇപ്പോൾ 39,005 വോട്ടാണ് നേടിയിരിക്കുന്നത്. നന്ദന ഡേഞ്ചർ സോണിൽ തന്നെയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നന്ദന കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ്. 12ാം പൊസിഷനിൽ റസ്മിനാണ്. പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് റസ്മിൻ. ഇപ്പോൾ 38,978 വോട്ട് നേടി 12ാം പൊസിഷനാണ്. വരും മണിക്കൂറുകളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ് റസ്മിന്.